ഋതുമോളെ ഫംഗ്ഷന് ക്ഷണിക്കാൻ വന്നതാ ഞങ്ങള്. അച്ഛൻ സമ്മതിച്ചോ? പിന്നെ പ്രതാപൻ സമ്മതിക്കാതെ ഞങ്ങൾ ഇങ്ങോട്ട് വരുവോ? ആദ്യത്തെ ക്ഷണം മോൾക്കാ. ഋതുമോളെ, പ്രതാപേട്ടൻ പ്രത്യേകം പറഞ്ഞു. ഞാൻ പറയാം യാമിനി. പ്രതാപനെ പ്രത്യേകം പറഞ്ഞു ഋതുമോളുടെ ഒപ്പം നാളെ തന്നെ രാജുവും വീട്ടിലെത്തണമെന്ന്. ചേച്ചി, ഫംഗ്ഷനെ നിങ്ങൾ അച്ഛനും അമ്മയും സഹോദരിമാരും ഒക്കെ എത്തണം കേട്ടോ. പിന്നെ ഇവരെ മാത്രം നാളെ തന്നെ അങ്ങോട്ട് അയക്കണേ. അതിനെന്താ മാഡം, സന്തോഷമുള്ള കാര്യമല്ലേ. യാമിനി, വാ നമുക്ക് പോവാം. ഇനി ഒരുപാട് പേരെ ക്ഷണിക്കാനുള്ളതാ. ശരി. ഋതുമോളെ, ഇതാ ഇപ്പോ ഇങ്ങനെ നിന്നാലോ? നിങ്ങൾ ചെറിയമ്മയ്ക്കും മോക്കും നാളെ വീട്ടിൽ വെച്ച് എത്ര വേണോ സംസാരിക്കാലോ. യാമിനി വാ. എങ്കി ശരി, ഞങ്ങൾ ഇറങ്ങുവാണേ. എല്ലാവരും എത്തിയേക്കണം കേട്ടോ. യാത്ര അയക്കാനൊന്നും ഇറങ്ങി വരണ്ട. അങ്ങനെയുള്ള ഫോർമാലിറ്റീസ് ഒന്നും എനിക്കിഷ്ടമല്ല. പോട്ടെ മോളെ. നീ എന്താ രാജു പറയുന്നേ? ഋതിക മോളോട് നന്നായി റൂമിലൊക്കെ നോക്കാൻ പറയും. നോക്കിയമ്മേ, അവിടെ റൂമിലെങ്ങും ഇല്ലെന്ന്. ഋതിക നിന്റെ കൂടെ വന്നതിൽ പിന്നെ റൂം ക്ലീൻ ചെയ്യാൻ ശ്രീലക്ഷ്മി പോലും അവിടെ കേറാറില്ല. ആ പെണ്ണ് ഓർമ്മയില്ലാതെ എവിടെയെങ്കിലും വെച്ചതായിരിക്കും. അത്രയും വിലപിടിപ്പുള്ള ആഭരണങ്ങള് മാഡം ഇത്ര കെയർലെസ് ആയിട്ട് കൈകാര്യം ചെയ്യും? ഇതാരോ മനഃപൂർവ്വം എടുത്തായിട്ടാ എനിക്ക് തോന്നുന്നത്. ഋതിക മാഡത്തെ കുഴപ്പത്തിലാക്കണമെന്ന് മാത്രം ചിന്തിച്ച് നടക്കുന്ന ചിലരെ ഇവിടെ ഉണ്ടല്ലോ. രാജുവ പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചാണോ? ഞാൻ എന്തായാലും പോലീസിനെ വിളിക്കാൻ പോവാ. ആഭരണങ്ങൾ എവിടെ പോയെന്ന് അവര് കണ്ടുപിടിക്കട്ടെ. വിളിക്ക്. ആരാ പറഞ്ഞ വേണ്ടാന്ന്?